എല്ലാവർക്കും നമസ്കാരം. ശുക്രദേവ്. കണ്ണുകളടച്ച് നട്ടല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. എല്ലാവർക്കും സുഖമാണോ? ഗുഡ്. ഇപ്പം ഞാനൊരു അറ്റൻഡൻസ് എടുത്തിട്ട് ഇവരുടെ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പോവാം. നേരമായിട്ട് കയറുന്ന ആൾക്കാർക്ക് ഒരു പണിഷ്മെൻ്റ് കൊടുക്കാനാണ്. ഒന്നുമല്ല, നാളെ 10,000 വട്ടം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൃത്യമായിട്ട് കയറും. അതാ പണിഷ്മെൻ്റ് അല്ലേ? വൈകി കയറുന്ന ആളുകൾക്ക് 10,000 വട്ടം ജപിക്കണം എന്നൊരു പണിഷ്മെൻ്റ് കൊടുത്താൽ പിന്നെ ഒരാളും വൈകി കയറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയല്ലേ? എങ്ങനെ പോയാലും എന്താണ്, ആത്മീയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി തന്നെ ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വരികളുടെ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? ഉണ്ടോ? തിരക്കുണ്ട്. ജീവിതത്തിൽ തിരക്കുള്ള ആൾക്കാരല്ലേ? ഉണ്ടോ ഇല്ലയോ? പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണു? ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും കഴിയുന്നില്ല. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് ചോദിച്ചാൽ, ജീവിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, ചില ആളുകൾ വിചാരിക്കുകയാണ് ഇത് കുറച്ച് ആവശ്യമാണ്, ജീവിതത്തിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഇത്, അല്ലേ? നമുക്ക് എല്ലാ ദിവസവും ചെയ്യണതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിത് ചെയ്യണു എന്നുള്ളത്, അങ്ങനെ ഒരു ചിന്ത. ചില ആളുകളാണെങ്കിൽ ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന കുറച്ച് വിഭാഗം. കുറച്ച് ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വെറുതെ ചുമ്മാ പറയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കുറച്ച് വിഭാഗം. ഇനി കുറച്ച് ആൾക്കാരാണെങ്കിൽ ഭയം കൊണ്ടാണ്, ഭഗവാനെ മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നു, ഇനി ഞാനും ചെയ്തില്ലെങ്കിൽ അത് എന്താണെന്ന് അറിയില്ല എന്ന് വെച്ചിട്ട് ഞാനും ഇത് ചെയ്ത് കളയാം എന്ന് വെച്ചിട്ട് ചെയ്ത് കളയുന്ന തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കണം നമ്മൾ. അല്ല, വേറെ ഒരു വിഭാഗമുണ്ട്, ഇത് ഇല്ലാതെ എൻ്റെ ജീവിതം പൂർണ്ണമാവില്ല എന്ന് തിരിച്ചറിഞ്ഞ വിഭാഗം. ഇതില്ലാതെ എൻ്റെ ജീവിതം പൂർണ്ണമാവില്ല എന്ന്. ആത്മീയമായ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരാൾക്ക് സംഭവിക്കാതെ അയാളുടെ ജീവിതത്തിൽ പൂർണ്ണത വരില്ല എന്ന് തിരിച്ചറിഞ്ഞ വിഭാഗം. ആ വിഭാഗത്തിലാണെങ്കിൽ ഇതിന് ടോപ്പ് പ്രയോറിറ്റി ജീവിതത്തിലുണ്ടാവും. ഒന്നിനു പുറകെ ഒന്നായി കർമ്മങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നിനു പുറകെ ഒന്നാണ്. ഒരു പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം. അങ്ങനെയല്ലേ? അതാ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ശരിയാക്കി സമാധാനമായി ഇരിക്കുക എന്ന് വെച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ?
നമ്മൾ ഈ സെഷന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും എന്തെങ്കിലും ആത്മീയമായ കാര്യങ്ങളുടെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ തിരക്കാ, സമയം കിട്ടുന്നില്ല. ഇനി സമയം എപ്പോഴാണ് കിട്ടുക? എപ്പോൾ സമയം കിട്ടും എന്ന ചോദ്യം. ഒന്നിനു പുറകെ ഒന്നായി വാലിൽ പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്നതിനിടയിലാണ് നമ്മൾ മരണപ്പെട്ടു പോവുക. ഇപ്പോൾ മരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സാധ്യതയൊന്നും വേണ്ട മരിക്കാൻ, ഇപ്പോൾ മരിക്കാൻ സമയമായ ഒരാളാണെന്ന് വെച്ചോ, അയാൾക്ക് ഇനി ചെയ്തു തീർക്കാൻ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഉണ്ടെന്നാ പറയാ. മരിക്കാൻ ആർക്കും തയ്യാറുമല്ല. അപ്പം അത്രത്തോളം ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും പ്രശ്നം, വീണ്ടും വീണ്ടും പ്രശ്നം വരുന്നു വരുന്നു വരുന്നു. ദുഃഖം, വേദന, സുഖം, സന്തോഷം, ഇങ്ങനെ മിക്സഡ് ആയിട്ട് സാമ്പാർ കൂട്ടുകറി അവിയൽ എന്ന് പറയുന്നത് പോലെ ഇത് ജീവിതം ഒരു സദ്യ പോലെ എന്ന് പറഞ്ഞത് എല്ലാം കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര കാലം പണിപ്പെട്ട് ഇത് ശരിയാക്കാൻ നോക്കി? നടന്നോ? നടന്നിട്ടില്ല അല്ലേ? എല്ലാം ശരിയാക്കാം എന്ന് വിചാരിച്ച് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അടുത്തത്, ഒന്നിന് പുറകെ ഒന്ന്. അത് നമ്മൾ ആലോചിക്കണം. അത് ചില ചില ആളുകൾ ഇത് ആലോചിക്കും, ഭഗവാനെ എന്താണ് ഈ എല്ലാം ശരിയാക്കുമ്പോൾ വീണ്ടും അടുത്തത് ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു, നോക്കൂ ഒരു സമാധാനമില്ലല്ലോ. ചില ആളുകൾക്ക് അറിയണത് പോലും ഇല്ല, ഈ പ്രശ്നം സോൾവ് ആക്കി ഇതിനു വേണ്ടി ഓടുകയാണ്. ചില ചില പാരൻസ് ഒക്കെ അങ്ങനെയാണ്. ചില പെൺകുട്ടികളുടെ അച്ഛനും അമ്മമാരൊക്കെ അവർ ഈ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ലോൺ എടുക്കും, അതും ഇതൊക്കെ കൊടുത്ത്. എന്നിട്ടാണെങ്കിലോ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിപ്പിക്കുന്നതും, കാര്യങ്ങളൊക്കെ ഒരുപാട് കടവും ബാധ്യതകളൊക്കെ ആയിട്ട് ഇനി ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് പേ ചെയ്യാൻ തന്നെ ഇവരുടെ ജീവിതം കഴിഞ്ഞു പോകും. എനിക്കറിയുന്ന ഒരു കുടുംബം, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ വയസ്സായ ആൾക്കാരാണ്. അവർ നേരത്തെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു, കുട്ടികളെ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു, ആൺകുട്ടികളുടെയും പെൺകുട്ടികളിലൊക്കെ. അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് മക്കളുണ്ടാവും, മക്കളുടെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു. ഇപ്പോൾ പേരക്കുട്ടികളുടെ കല്യാണം നടത്തുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ്. ആലോചിച്ച് നോക്കൂ. ആ അപ്പോൾ അവരുടെ കർമ്മം നോക്കും, ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവർ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കും, നമ്മൾ നടത്തിയില്ലെങ്കിൽ അതാവില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളും ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് 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 ഓരോ കമ്മിറ്റ്മെൻറ്റുകൾ വരുന്നു, ഓരോന്നോരോന്ന് ശരിയാക്കാൻ നോക്കുന്നു, അത് ശരിയാവണില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടക്കണില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് 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 ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഒന്ന് മരിച്ചു പോയാൽ മതി എന്ന് തോന്നും. അങ്ങനെ മരിച്ചു പോയിട്ട് നമ്മൾ രക്ഷപ്പെടില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും വയസ്സായി കുറച്ച് മരിക്കണ സമയത്ത് കുറച്ച് കഞ്ഞി ആരെങ്കിലും തരാനുണ്ടോ? നോക്ക് നാട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, മരിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കൂ എന്നൊക്കെ പറയണതിൻ്റെ പുറകിൽ എന്തെന്ന് വെച്ചാൽ, അവസാന ഘട്ടത്തിൽ നിങ്ങളെ നോക്കാൻ ഏതെങ്കിലും, അല്ലേ, മക്കളുണ്ടെങ്കിൽ അവർ നോക്കും എന്നൊരു പ്രതീക്ഷയാണ്, അല്ലേ? ആണല്ലോ. അതുകൊണ്ടല്ലേ കല്യാണമൊക്കെ കഴിക്കുന്നത് എല്ലാവരും. കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആവണം എന്താണ്? വയസ്സായ സമയത്ത് ആരെങ്കിലും നമ്മളെ നോക്കുമെന്നുള്ളത്. ഇപ്പം അങ്ങനെയാണോ? അങ്ങനെയാണോ? നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ തന്നെ എത്ര പേരാണ് സ്വന്തം മക്കൾ വീട്ടിലുള്ളത്? ഇനി ഉള്ളവരെ കൊണ്ട് ഉപയോഗമുണ്ടോ? കാലം മാറിയില്ലേ? ഇപ്പം തന്നെ മാറി. ഇൻ കേസ് ഇനി നല്ല സെറ്റിൽഡായ മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടുകാർക്ക് വല്ല ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്ത് തരും, അല്ലേ? അതിനിപ്പോൾ ഇനിയിപ്പോൾ മക്കളൊക്കെ ആവശ്യമുണ്ടോ? സ്വന്തം കുറച്ച് കാശ് ഉണ്ടാക്കിയാൽ പോരെ? ഇനി അവസാന കാലത്ത് ഒരു ഹോം നേഴ്സിനെ സ്വയം നമുക്ക് ഹയർ ചെയ്താൽ പോരെ? ഇതിന് മക്കളൊക്കെ വേണം, മക്കളെ വളർത്തേണ്ട ആവശ്യമുണ്ടോ? സോ ഇങ്ങനെ അനാവശ്യമായ ഓരോ അനാവശ്യമായ കർമ്മമില്ല എങ്കിലും ഞാൻ പറയാണ്, ഇതുപോലെ ഓരോ കർമ്മങ്ങൾ ജീവിതത്തിൽ വന്ന് ഇതിൻ്റെ ഇടയിൽ പെട്ട് ഇങ്ങനെ അനുനിമിഷം ഓരോ പ്രശ്നങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് ഇതിൽ തന്നെ ജീവിതം ഇവിടെ തന്നെ കഷ്ടപ്പാടിന് അവസാനം ഒന്ന് മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും നന്നായി മരിച്ചാൽ മതി എന്നതായിരിക്കും മിക്ക ആളുകളുടെയും പ്രാർത്ഥന.
മരിക്കുന്ന സമയത്ത് നന്നായി മരിച്ചാൽ മതി. അത്രയും കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെയാണ്. അപ്പോഴും അപ്പോഴും സത്യത്തിനെ കുറിച്ച് ആരും ചിന്തിക്കണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ചെണ്ട അടി വാങ്ങുന്നത് എന്തിനാണ്? ഞാൻ ഈ അടി വാങ്ങണതെന്ന് ചെണ്ടയ്ക്ക് അറിയണില്ല. ചെണ്ട ഇങ്ങനെ അടി വാങ്ങിക്കൊണ്ടിരിക്കുക, മാറാൻ്റെ അടി. ചെണ്ട ചോദിക്കണില്ല എന്തിനാണ് എന്നെ അടിക്കണമെന്ന്. ഇത് എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞു. എൻ്റെ വിധിയാണ് ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുക, വേദന അനുഭവിക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ഒരാളും ഇവിടെ വരില്ല, ഒരാൾക്കും കഴിയില്ല. ഇനി എന്ത്, ഈ സാക്ഷാൽ ഈശ്വരന് പോലും നമ്മൾ രക്ഷിക്കാൻ പറ്റില്ല, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ പെയിനും വേദനയും ഈ കഷ്ടപ്പാടും ഇതൊക്കെ ഞാൻ അനുഭവിക്കാൻ വേണ്ടിയുള്ള ജന്മമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രക്ഷ. അപ്പോൾ എന്താണ് ഇതിന് പ്രതിവിധി? എന്താണ് ഇതിന് പ്രതിവിധി? പ്രശ്നങ്ങൾ മാറുമോ? പ്രശ്നങ്ങൾ മാറുമോ? മാറ്റിയിട്ടുണ്ടോ? എല്ലാം ശരിയാക്കി ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിപ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കുക. ഉണ്ടോ? ഉണ്ടോ? ഇൻ കേസ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും. അങ്ങനെ ഒരു നിമിഷം വരാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട്, എങ്ങനെ? എന്തായാലും സംസാര ലോകത്ത് വന്നു കഴിഞ്ഞു. ഇതിനെ സംസാര സാഗരം എന്നാ പറയുക. എന്താണ് സംസാര സാഗരം എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ എങ്ങനെയാ രക്ഷപ്പെടുന്ന ഒരു ഐഡിയ ഇല്ല. ഒരു പരിധിവരെ നമ്മളെ നോക്കാൻ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വയം പ്രവർത്തിക്കേണ്ട സമയം വരും. പിന്നീട് ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് ചെയ്ത് ഇത് പൂർത്തീകരിക്കാൻ തന്നെ ഓടിക്കൊണ്ടിരിക്കുക ജീവിതം. പിന്നെ ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ ഉള്ളിൽ നടത്താൻ വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല, ആഗ്രഹിച്ചതൊന്നും ഇങ്ങനെ നമ്മൾ നമ്മുടെ മരണത്തോടടുക്കുമ്പോൾ വലിയ ചുമന്നിട്ടാണ് മരിക്കാൻ പോകുന്നത്. അതെപ്പോൾ മുതലാണ്? ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ ഭാരമായി എടുത്തു വെച്ചിട്ടാണ് മരിക്കാൻ പോകുന്നത്. അപ്പം ഈ ഭാരമെല്ലാം ഉപേക്ഷിക്കണോ? ഇവിടെ തന്നെ വളരെ ശാന്തനായി, സുഖമായി, വളരെ സന്തോഷമായിട്ട് ആനന്ദത്തോടെ ജീവിക്കണോ? ഭൂലോകത്തും ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാതിരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് മുമുക്ഷുക്കു. മുമുക്ഷു, എനിക്കിവിടെ നിന്ന് രക്ഷ വേണം. അപ്പം അതിന് പറയണു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ഇത്രയും പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും എന്ത് ചെയ്യണം? ഒരു ചെറിയ സമയം കണ്ടെത്തി ഗീത, സഹസ്രനാമങ്ങൾ, ഇതെല്ലാം പാരായണം ചെയ്യൂ, ഇതെല്ലാം വായിച്ചു നോക്കൂ എന്ന് പറയുന്നു. ഇതിന് പറ്റുമോ? ഇതിന് പറ്റുമോ? അതിനും സമയമില്ല എന്ന് പറയോ? അതിനും സമയമില്ല എന്ന് പറയോ? അങ്ങനെ പറയോ ആരെങ്കിലും? അപ്പോൾ നോക്കൂ, ഈ നാരായണീയം അല്ലെങ്കിൽ നാരായണീയം, ഗീതാ പാരായണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ദുരന്തം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈശ്വര ഭഗവാൻ, ഇത് പഠിക്കാനും പറഞ്ഞാൽ അതിലെന്താ ദുരന്തം എന്ന്. ആ ദുരന്തം എന്താണെന്ന് അറിയണോ? ഈ ഈ നമ്മളീ പറയുന്ന ഗീതയാണെങ്കിലും അതേപോലെ എന്ത് കാര്യമാണ്, ഭഗവത് രാമായണം ആണെങ്കിലും ഏതാണെങ്കിലും അതിൽ ദുരന്തം എന്താന്ന് വെച്ചാൽ ഈ സാധനം തലയിൽ കയറ്റി വെക്കൽ. എന്താണ്? തലയിൽ കാണാപ്പാഠം പഠിച്ചു വെക്കൽ. അതേപോലെ ശ്ലോകം ചൊല്ലുന്ന മത്സരത്തിൽ പോയിട്ട് പ്രസംഗിച്ച ആളാവാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കൽ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ഇത് പറഞ്ഞ് ഞാൻ കേമനാണെന്ന് വിചാരിക്കാൻ വേണ്ടി കുറച്ച് പരിപാടി ചെയ്തു വെക്കലുണ്ട് ആൾക്കാർ. അറിയോ? ഇതൊക്കെ പഠിച്ചു വെക്കുന്ന ചില ആൾക്കാർ അങ്ങനെയാണ്. ശ്ലോകങ്ങളൊക്കെ അങ്ങോട്ട്, ഗീത പാരായണത്തിൽ 1-ാം സ്ഥാനം, അയ്യോ എന്ത് ബുദ്ധിയാണ്! അയാളെ കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? അത് ഓർമ്മയുടെ തലത്തിലാണ്. എങ്ങനെയാണ്? ഓർമ്മയുടെ തലത്തിൽ. അതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. 250 രൂപയുടെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഭഗവത്ഗീതയും 4 വേദങ്ങളും കയറ്റി വെക്കാൻ പറ്റും. എത്രയാണ്? 250 രൂപയുടെ ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻഡ്രൈവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വേദങ്ങളെല്ലാം അതിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ CD പ്ലെയറിലോ, അല്ല CD പ്ലെയറിലൊക്കെ പോയി, കമ്പ്യൂട്ടറിലോ ടി വിയിലോ കുത്തി കഴിഞ്ഞാൽ
എങ്ങനെയാണ്? വളരെ മനോഹരമായി വരി തെറ്റാതെ പാടും. അപ്പൊ അതാണോ നമുക്ക് വേണ്ടത്? അതാണ് ചോദിക്കുകയാണ്, ഇവിടെ ചോദിക്കുകയാണ്. ഞാൻ എത്രയോ കോഴ്സുകൾ ചെയ്തു എന്നതിൽ കേമനായി നടക്കാനാണ് നമ്മുടെ ആവശ്യം. അല്ല, വളരെ സോഫ്റ്റായി, വളരെ നാച്ചുറലായി, വളരെ സന്തോഷവാനായിരിക്കുക. അതാണ് അവിടുത്തെ റിസൾട്ട്. അതുപോലെ ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തലയിൽ കയറ്റി വെച്ച് ഭാരം ആക്കി കഴിഞ്ഞാൽ കുങ്കുമം ചുമക്കുന്ന കഴുത എന്ന് പറയാറുണ്ട്. എന്താണ് കുങ്കുമം ചുമക്കുന്ന കഴുത എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. എന്താണ് ഈ കുങ്കുമം ചുമക്കുന്നത്? അതിൻ്റെ അതിൻ്റെ അതെന്താന്ന് പോലും അറിയാതെ ഭാരമായിട്ട് അതിനെ ചുമന്നുകൊണ്ടിരിക്കും. അമ്പലത്തിലൊക്കെ ശബരിമലയിലും അതുപോലെ വലിയ വലിയ മലമുകളിലുള്ള അമ്പലങ്ങളിലൊക്കെ കഴുതപ്പുറത്താണ് ഈ സാധനങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നത്, കഴുതയുടെ പുറത്ത്. അപ്പോൾ ഈ കുങ്കുമമൊക്കെ അമ്പലത്തിൽ ഒരുപാട് ആവശ്യമുള്ളത് കഴുതയുടെ പുറത്ത് ഇങ്ങനെ ഭാണ്ഡം കെട്ടിയിട്ട് അയച്ചു വിടും. ഈ കഴുതയ്ക്ക് അറിയോ ഇത് കുങ്കുമമാണ്, ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രസാദമാണ്, ഇത് ഞാൻ ചുമക്കാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കർമ്മമാണ്, ഇതൊക്കെ അറിയോ? കഴുതയ്ക്ക് അറിയോ? അതിൻ്റെ മഹത്വം അറിയോ? പക്ഷെ കഴുത ഇത് ചുമന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ജ്ഞാനം, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തലയിൽ കയറ്റി വെച്ചിട്ട് അത് ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഭാരമാണ്. അത് ചുമക്കുന്ന നമ്മൾ ആരോ ആണ്. അപ്പൊ അങ്ങനെ ആരോ ആവാൻ പാടില്ല. പക്ഷെ എന്താവണം? ഈശ്വരൻ ഭഗവാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാരം, അർത്ഥം മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ പ്രവർത്തിച്ച് ഞാൻ ശാന്തനായി സുഖകരമായി എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ, അന്തർയാമിയായി ഇരിക്കുന്ന ആ ആത്മചൈതന്യത്തിലേക്ക് എത്താൻ എനിക്കിത് കൊണ്ട് പറ്റുന്നുണ്ടോ? യെസ്. അപ്പൊ ധ്യാനം ചെയ്യൂ, ധ്യാനിക്കൂ, ഈശ്വര രൂപത്തിൽ ധ്യാനിക്കൂ എന്ന് പറയുന്നു അല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് ധ്യാനങ്ങളൊക്കെ ഉണ്ട്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതായത് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നോക്കും, മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ സാധനം നമ്മളിലേക്ക് എത്തും എന്നുള്ളത്. അത് ശാസ്ത്രീയമാണ്, ലോ ഓഫ് അട്രാക്ഷൻ. ഏതിനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മളെയും ആഗ്രഹിക്കണു എന്നുള്ളതാണ്. അപ്പം ഇത് വന്നു ചേരും. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമാണ് ഞാനൊരു കോടീശ്വരനാവാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന് അവസാനം മരിക്കാൻ പോണതിന് കുറച്ച് മുമ്പ് ഇയാളൊരു കോടീശ്വരനാവും. എന്നിട്ട് വല്ലതും കിട്ടിയോ? കോടീശ്വരനായി, അത്ര തന്നെ. എന്നിട്ടോ മരിക്കാതിരിക്കുമോ? കോടീശ്വരനാണ്, ഇയാളെ 2 വർഷം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് കാലനോട് പറയാൻ പറ്റുമോ? യമനോട് പറയാൻ പറ്റുമോ? ഇയാൾ വലിയ കോടീശ്വരനാണ്, ഇയാളപ്പോൾ കൊണ്ടുപോകണ്ട, എൻ്റെ കയ്യിൽ കാശിൻ്റെ എത്ര കാശ് വേണം, യമനോട് ഡീല് പറ്റുമോ? ഡീലിങ് നടക്കാമോ? ഒരു ഡീലിങ്ങും ഇല്ല, കൊണ്ടുപോകും വിളിക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ധ്യാനമൂലം ഗുരുർ മൂർത്തിം, പൂജാമൂലം ഗുരുർ പാദം, മന്ത്രമൂലം ഗുരുർ വാക്യം, മോക്ഷമൂലം ഗുരു. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് വരെ എന്തായിരിക്കണം? സത്യത്തിനെ ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കണം എന്ന് പറയും. മാറ്റമില്ലാത്ത വസ്തുവിനോടായിരിക്കണം അട്രാക്ഷൻ, അതിനോടായിരിക്കണം ആഗ്രഹം എന്നൊക്കെ പറയും. എന്തെങ്കിലും ലോകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ സാറേ നമുക്കപ്പോൾ ജീവിക്കണ്ടേ ജീവിതത്തിൽ എന്നൊരു ചോദ്യം വരില്ലേ? ഉണ്ടോ ഇല്ലയോ? എല്ലാം ഞാൻ വളരെ ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞിരുന്ന ഭക്ഷണം കഴിക്കണ്ടേ? വൈകുന്നേരം കഴിക്കണോ? ഇതെന്താ ഇത്ര നേരം ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാറ്റി പറയണം, ഭഗവാനെ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ഇത്ര നേരം വലിയ ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും പറഞ്ഞ് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണ്ടെന്ന് ചോദിക്കണം. യെസ്. എന്ത് വേണം? ലോകത്ത് ജീവിക്കുകയും വേണം, ഒപ്പം എന്ത് വേണം? സത്യം അറിയണം. അതിനാണ് ഭഗവാന്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ ഗുരുജി പറഞ്ഞതാണോ തോന്നുന്നു. ഭഗവാൻ കൃഷ്ണൻ നിൽക്കുന്നതുണ്ട്, ഒരു കാല് ഇങ്ങനെ കുറച്ച് മുട്ടാതെയും ഒരു കാല് പൂർണ്ണമായി തറയിൽ ഊന്നിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ടില്ല? ഒരു കാലം എങ്ങനെയാണ്? ഭഗവാൻ എങ്ങനെയാണ്? ഡിസ്കോ ഡാൻസിൽ നിൽക്കുന്നത് പോലെയല്ല നിൽക്കണതല്ലേ? അല്ലേ? ഒരു സ്റ്റെപ്പ് പോലെ അല്ലേ? എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പൂർണ്ണമായി തറയിൽ ഊന്നി നിൽക്കുന്ന കാല് സത്യത്തിൽ നമ്മൾ പൂർണ്ണമായി ഊന്നിയും ഈ ലൗകിക ജീവിതത്തിൽ മുട്ടിയും മുട്ടാതെയും ഇത് ചെയ്യും വേണം. പക്ഷെ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് അതിൽ വീഴും പാടില്ല. അങ്ങനെ നിൽക്കാൻ പഠിപ്പിക്കണം.
അപ്പൊ എന്തായി, അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? അയാൾ സത്യത്തിനെ മാത്രമാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ലോകത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ വരുന്ന ദുഃഖവും വേദനയും വെറുപ്പൊക്കെ ഒരു പരിധി വരെ അവരെ അലട്ടുള്ളൂ, അവരെ വിഷമിപ്പിക്കുകയുള്ളൂ. വേഗം അവരതിന്ന് കരകയറി മുകളിലേക്ക് വരും. വേഗം അതിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറി മുകളിലേക്ക് വരും. എന്താ വെച്ചാൽ അവരുടെ ഫോക്കസ് സത്യത്തിലാണ്. അത് ഞാൻ നിങ്ങളോട് ആരോടും പറയേണ്ട, നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ്, അല്ലയോ? നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ഇഷ്ടംപോലെ പ്രശ്നം വന്നപ്പോഴും ആ സത്യജ്ഞാനവും ജപത്തിൻ്റെ പവറും, അല്ലേ, ധ്യാനത്തിൻ്റെയും സേവയുടെ ഇതിൻ്റെ എല്ലാം കൊണ്ട് നമ്മൾ വീണ്ടും അതിന്ന് എഴുന്നേറ്റ് വന്നു. ആണോ അല്ലയോ? ആണോ അല്ലയോ? യെസ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏ അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആ ആത്മശക്തി പ്രവർത്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അത് വികാസം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ. അപ്പൊ എല്ലാവരിലും അത് സംഭവിച്ചു. നമ്മളെല്ലാവരും ലക്കിയാണ്. പിന്നീട് എന്ത് പറയണു? ഇത് മാത്രം ചെയ്താൽ പോരാ, കുറച്ച് ദാനം ചെയ്യണം. ആർക്ക്? പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് ദാനവും ചെയ്യാൻ പറയണം. എന്തിനാണ് ദാനം ചെയ്യുന്നത്? ഈ ദാനത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്നറിയോ? ദാനം ചെയ്യണതിന്റെ ഗുരുജി പറഞ്ഞതാണ്. അറിയോ? അറിയില്ല. യെസ്. ദാനം ഒന്ന് പറയണത്, ആഹാരം കഴിക്കുമ്പോൾ ഒരല്പം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ആഹാരം ശുദ്ധിയാവണു എന്ന് പറയുന്നു. അതുപോലെ ധനം ശുദ്ധിയാവാൻ ഒരല്പം ദാനം ചെയ്യുന്നത് നല്ലതാണ് പറയുന്നത്. ഒരു ചെറിയ അംശം നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം നമ്മൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് പറയുന്നത്. ധനശുദ്ധി ഉണ്ടാവും. അതോടൊപ്പം വേറെ എന്തുണ്ടാവും? ഈ പണത്തിനോട്, സമ്പത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടുപോകും. അയ്യോ, എൻ്റെ പൈസ, എൻ്റെ പൈസ, എൻ്റെ പൈസ എന്ന് പിടിച്ചിരിക്കുന്ന ആൾക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ തോന്നുമോ? കൊടുക്കണ മനസ്സ് വരുമോ? കൊടുക്കണ മനസ്സ് വരണമെങ്കിൽ ഇത് എൻ്റെ അല്ല, ഈ ലോകത്തിൻ്റെയാണ്. എൻ്റെ കർമ്മം കൊണ്ട്, എനിക്ക് അർഹത കൊണ്ട് ഈ സാധനം വന്നു എന്നിൽ, എങ്കിലും ഞാൻ എന്ത് ചെയ്യണം? കഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെറിയ വിഹിതം ഞാൻ കൊടുക്കണം. ഇതിനെ ഞാൻ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കഷ്ടത്തിലാവും. കൊടുക്കാനുള്ള മനസ്സ്. അപ്പോൾ ഇതിനോടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു പോയി. അപ്പോൾ ധനത്തിനേക്കാൾ വലുത് ഏതാണ്? ആ, സേവ. അതേപോലെ സത്യജ്ഞാനം, ഇതിനോട് പ്രാധാന്യം കൂടും എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. എന്ന് വെച്ചാൽ, അപ്പോൾ ഇപ്പം ദാനം ചെയ്യണം ഭഗവാന്, ഞാൻ എങ്ങനെ ചെയ്യാം? ഞാനാണെങ്കിൽ എനിക്ക് ജോലിയില്ല, ഒന്നുമില്ല, ആകെ കഷ്ടപ്പാടാണ്, ഞാൻ എങ്ങനെയാണ് ദാനം ചെയ്യുക എന്നൊരു ചോദ്യം വരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റില്ല, ഞാൻ എങ്ങനെയാ ഇപ്പം ദാനം ചെയ്യുക എന്ന ചോദ്യം ഉണ്ടോ ഇല്ലയോ? എനിക്ക് ശാരീരികമായ അസ്വസ്ഥതയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ദാനം ചെയ്യും? യെസ്. എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ബുദ്ധനോട് ഒരാൾ ചോദിച്ചു ഇതേ ചോദ്യം. നിങ്ങളിങ്ങനെ ദാനം ചെയ്യുമ്പോൾ ഞാൻ വളരെ ദരിദ്രനാണ്, എനിക്ക് ഒന്നുകൊണ്ടും ഒരു സാമ്പത്തികമായിട്ട് ഒരാളെ ചെയ്യാൻ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം ആര് പറഞ്ഞു സാമ്പത്തികമായിട്ട് ചെയ്യണം എന്നുള്ളത്? എന്ത് ചെയ്യണം? സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കണോ? ഇല്ല. പറ്റാത്തവരെന്ത് ചെയ്യണം? യെസ്, അതായത് കായിക ബലം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഹെൽപ്പ് അവർക്ക് ചെയ്യാം. ഇപ്പം ആരെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കണു, ശരി, ഒന്ന് സഹായിച്ചു. ഇനി ആരെങ്കിലും വിഷമിച്ച് വരുന്നു, നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാം, അതും ഒരു സഹായമാണ്, സേവയാണ്. ഇനി ഒന്നുമില്ല, ഒരാൾ വഴിയിൽ കൂടെ പോകണം, ആരെ കണ്ട് പുഞ്ചിരിച്ചൂടെ? ഏ ഒന്ന് പുഞ്ചിരിച്ചു. യെസ്. ഇയാൾ എന്നെ നോക്കി പുഞ്ചിരിക്കട്ടെ എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ ആരെ കണ്ടാലും അങ്ങോട്ട് ഒന്ന് ഒന്ന് പുഞ്ചിരിച്ചു. ഈ പുഞ്ചിരിക്കുന്ന നേരത്തെ എന്താ സംഭവിക്കണം? നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരാൾ നോക്കി പുഞ്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ സ്ട്രെസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവരുടെ ഉള്ളിൽ ആരോ പുഞ്ചിരി, യെസ്, ഒരു സുഖം, അല്ലെങ്കിൽ ഒരു ആശ്വാസം, ഒരു ആനന്ദം, ഒരു അനുഭൂതി. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ
ചേഞ്ച് ഉണ്ടാക്കുന്ന പറയുന്നത്. ഇനി ഒന്നുമില്ല, നമ്മൾ ശിവരം ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, അരിപ്പൊടി കൊണ്ട് കോല ഇടൂ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടില്ലേ, പഠിപ്പിച്ചിട്ടില്ലേ? ഉറുമ്പുകൾക്ക് ഇതൊക്കെ ചെയ്തുകൂടെ? നമുക്ക് ചെയ്തുകൂടെ? ഞാൻ പൈസയായി അംബാനിയെ പോലെ അല്ലെങ്കിൽ ടാറ്റ ബിർലയെ പോലെ രത്തൻ ടാറ്റ ചെയ്തതുപോലെ ഇത്ര കോടികൾ നിക്ഷേപിച്ചിട്ട് നിങ്ങളൊന്നും ധനം ആരും വലിയ സേവയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ, ചുറ്റുപാടിലും അടുത്തും ഏത് തരത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായി മാറാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട സാധനം വേഗം തന്നെ എത്തും നമ്മളിലേക്ക്. ചെറിയ രീതിയിൽ കൊടുക്കുന്നത് കണ്ടാൽ ഈശ്വരൻ തരും. നന്നായിട്ട് കൊടുക്കട്ടെ, അയാൾക്ക് കഴിയട്ടെ എന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ. അപ്പം നല്ലത് വരുമ്പോൾ അതെടുത്ത് വെക്കാൻ പാടില്ല, അതും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, ചെറിയ ചെറിയ രീതിയിൽ. തന്നാലായതും അണ്ണാറ കണ്ണനും എന്നൊരു ചൊല്ല് എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലും ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ ജ്ഞാനം കൊണ്ട് മോക്ഷവും അല്ലെങ്കിൽ ബന്ധനവും ആവും. ബന്ധനം എന്ന് വെച്ചാൽ എനിക്കിതെല്ലാം അറിയാം എന്നുള്ള ഒരു അഹങ്കാരം തലയിൽ കയറുകയും അതിൻ്റെ ഒരു എന്താ പറയുക, അത് മനസ്സിലാക്കിയതിൻ്റെ ഒരു ലക്ഷണവും നമ്മൾ കാണിക്കില്ല, കഷ്ടപ്പാടും വേദനയും മാറുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കി കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് ഒരു രക്ഷയില്ല. ആ, ഈശ്വരൻ ഉദ്ദേശിച്ചത്, ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായോ, പിടി കിട്ടിയോ, ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഒന്നും പറഞ്ഞില്ല, നമുക്ക് ഒരു ശ്ലോകം അറിയില്ല, ഒന്നും അറിയില്ലെങ്കിലും യെസ്, ഭഗവാൻ ഉദ്ദേശിച്ചത് ഇതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യം, ഭഗവാൻ ഉദ്ദേശിച്ചത് അത് ശരിയാണ് കേട്ടോ എന്ന് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം നമുക്ക് സക്സസ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ജപിക്കാനായിട്ട് തയ്യാറാവാൻ, കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം, മുഖത്തൊരു പുഞ്ചിരിയോടെ ഇരിക്കാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
Shivaya. Om Namah 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 Shivaya.
ॐ नमः शिवाय। 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 കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നത്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്ത് വിടാം. കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്.